ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ചും ഡിന്നർ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ്. സോ നമുക്ക് എന്തായാലും ലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏത് മീനാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇത് ഒരാഴ്ച മുന്നത്തെ ഒരു വ്ളോഗാണ്. ഞാൻ ഇപ്പോഴാണ് ആക്ച്വലി എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. മാരിനേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. സോ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിക്കുന്ന ഫിഷ് ഫ്രൈ മസാലയാണ്. സോ അതൊക്കെ ചെയ്ത് ഞാൻ ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിഷ് ഫ്രൈ മാത്രമല്ല ഇന്നൊരു സ്പെഷ്യലാണ്. അപ്പം ഫിഷ് കുറച്ച് കൂടുതൽ കിട്ടുന്ന ദിവസങ്ങളിൽ ഞാൻ ഫിഷ് ഫ്രൈയും ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ കറിയും വയ്ക്കാറുണ്ട്. സോ അങ്ങനെ ഫിഷ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു ബിസ്ക്കറ്റ് രൂപത്തിലുണ്ട്. കുക്കീസ് പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്, പക്ഷേ കുക്കീസൊന്നും അല്ല, ഫിഷ് തന്നെയാണ്. ഒരു സൈഡ് ആയതിനു ശേഷം നമ്മൾ എപ്പോഴും എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ മറ്റൊരു സൈഡ് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് കുറച്ച് അങ്ങനെ വെച്ചിരുന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അടുത്തത് ഞാൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സെയിം മീനിൻ്റെ തന്നെയാണ് കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് തേങ്ങയൊക്കെ അരച്ച് വറ്റിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബിക്കോസ് ഇന്ന് ആക്ച്വലി ചോറിന് ഒഴിക്കാനായിട്ട് കറി ഉണ്ട്. പിന്നെ ഞാൻ വെജിന് ഒരു തോരൻ വെച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്കയൊക്കെ ഇട്ടിട്ടുള്ള ഒരു തോരൻ ഓർ അവിയൽ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അതും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മീൻ കറി ഞാനൊന്ന് വറ്റിച്ച് തേങ്ങയൊക്കെ അരച്ച് വറ്റിച്ചുണ്ടാക്കിയത്. നമുക്ക് സാമ്പാർ ഉണ്ടല്ലോ അങ്ങനെ. അപ്പോൾ നല്ല വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുള്ള ചൂട് സാമ്പാറും ചൂട് ഫിഷ് ഫ്രൈ, ചൂട് മീൻ കറി, തോരൻ ഒക്കെ നല്ല ഫ്രഷായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറാണ് കേട്ടോ. ചോറ് ആക്ച്വലി നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് അടപ്പെടുക്കാനുള്ള ഒരു സ്ട്രഗിളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ആ പാത്രവും ആ ഒരു ലിഡും എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി. സോ ആരും കണ്ടില്ല എന്ന് തോന്നുന്നു. കുഴപ്പമില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും സെർവ് ചെയ്യണം. അപ്പോൾ ചേട്ടൻ ഉണ്ണാൻ വന്നപ്പോഴത്തേക്ക് നമ്മളുടെ മുരിങ്ങയ്ക്ക തോരൻ, തേങ്ങ അരച്ച് വറ്റിച്ച് ഉണ്ടാക്കിയ മീൻ കറി, ഫിഷ് ഫ്രൈ, മുളക് പപ്പടം, സാമ്പാർ, ചോറ്, പിന്നെ അച്ചാർ, പപ്പടം, മോര് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഉച്ചയ്ക്കുള്ളൊരു ലഞ്ചായിരുന്നു. എല്ലാവരും കഴിച്ചു, പിന്നെ ഞാനും കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാലും നമുക്ക് പണി തീർന്നിട്ടില്ല കേട്ടോ. ഇനിയുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകണം, പിന്നെ അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കണം. പിന്നെ നോർമലി വീട്ടിലുണ്ടാകുന്ന കാര്യങ്ങൾ എന്താണ്, തൂക്കണം, തുടയ്ക്കണം, വീടൊക്കെ ഒന്ന് നീറ്റാക്കണം. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ടത്തെ ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ ക്ലീൻ ആയിട്ടുള്ളൊരു കിച്ചനാണ്. ഇനിയിപ്പം എഗെയിൻ നമുക്കതൊരു മെസ്സാക്കണം. ബിക്കോസ് ഡിന്നർ ഉണ്ടാക്കി കഴിയുമ്പോൾ, ഡിന്നറെന്നല്ല, കയറി കഴിഞ്ഞാൽ മെസ്സാണ് കേട്ടോ. അപ്പോൾ ദോശയാണ് ഇന്ന് രാത്രി ഉണ്ടാക്കുന്നത്. നല്ല ചൂട് ദോശ. പിന്നെ ചമ്മന്തി അരച്ചിട്ടുണ്ട്. തേങ്ങാ ചമ്മന്തിയാണ് അരച്ചിരിക്കുന്നത്. സോ നല്ല കുറച്ച് പൊട്ടുകടലയൊക്കെ ഇട്ട് ഞാൻ അരച്ചിട്ടുണ്ട്. ഒരു തമിഴ്നാട് സ്റ്റൈൽ ചട്നി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ചമ്മന്തി. ഇത് ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കിയ സാമ്പാറാണ്. അപ്പം അതും ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയ ടിന്നിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചട്നി, സാമ്പാർ, ദോശ. വീട്ടിൽ തന്നെ അരച്ച ദോശമാവാണിത്. സോ അങ്ങനെ ഞാൻ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പാത്രങ്ങളൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു, പക്ഷേ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ചൂടായിട്ട് ഞാൻ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. സോ അവർ കഴിക്കാൻ വരുന്നതിൻ്റെ അനുസരിച്ച് ഞാൻ ചൂടായിട്ട് ദോശ ചുട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ചുടുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് ഒരു വീക്ക് ദോശ സീരീസ് അങ്ങനെ വെച്ചാലോ എന്ന്. അത് ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദോശാസിൻ്റെ റെസിപ്പീസ് അങ്ങനെ ചെയ്താലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് എനിക്ക്. നോക്കാം. നിങ്ങളിപ്പോൾ ഈ കാണുന്നവർ 1-2 കമൻസൊക്കെ ഒന്ന് തരുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. ബിക്കോസ് അത്യാവശ്യം വെറൈറ്റീസ് ഓഫ് ദോശ ചെയ്യാനായിട്ട് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നോക്കാം. അപ്പോൾ ഞാൻ അഗൈൻ ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റിൽ കൊടുത്ത് അവർക്ക് ആവശ്യാനുസരണം ചൂടോടെ തന്നെ ദോശ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നവർക്ക് അങ്ങനെ, അല്ലാതെ ഗീ വേണമെന്നുള്ളവർക്ക് നെയ്യ് ഒഴിച്ച് ഞാൻ ദോശ ചുട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. ലൈക്ക് ദോശയും ചട്നിയും സാമ്പാറും ഒക്കെ ആയിട്ട് കഴിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇവിടെ ദോശ കഴിക്കുന്ന ദിവസങ്ങളിൽ എഗ് ബുൾസേ അല്ലെങ്കിൽ എഗ് ഓംലെറ്റ് അത്യാവശ്യമാണ്. സോ അപ്പോൾ പിന്നെ ഞാൻ അതും ഉണ്ടാക്കി കൊടുത്തു. കുറച്ച് സോൾട്ട് ആൻഡ് പെപ്പർ ഇട്ട് കഴിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതൊരു ഉടുപ്പിൻ്റെ രീതിയിലായിപ്പോയി ബുൾസേ. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.